ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ് VFA ബെവ്കോ എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. 2025 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ സെപ്റ്റംബർ മാസം, അതെ 2025 സെപ്റ്റംബറിലെ കറണ്ട് അഫയേഴ്സ് ആണ് ചെയ്തു വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദൈവദശകം കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ. ദൈവദശകം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ദൈവദശകം. എന്താണ് ഇവിടെ അതിന് പ്രാധാന്യം? അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അടുത്തിടെ സമർപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ദൈവദശകമാണ്. എന്താണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അടുത്തിടെ സമർപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതാണത്? ദൈവദശകമാണ്. ഓക്കെ, ഇനി അതിനകത്തെ വരികൾ നിങ്ങൾക്ക് അറിയാലേ. ആഴമേറും മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം, അല്ലെ? ആ വരികൾ ചോദിച്ചിട്ടും ചോദിക്കാറുണ്ട്. ഇത് ഏത് കൃതിയിലെയാന്നുള്ളത്. അത് ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകത്തിലെ വരികളാണ്. ഓക്കെ, നോക്കാം. നമുക്ക് അടുത്തത് ഒരു പുസ്തകമാണ് മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ. മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന പുസ്തകം ആരുടെയാണ്? K. ആശയുടെയാണ്. ഓക്കെ, എന്താണ്? മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? K. ആശയാണ്. ഓർത്തു വെച്ചേക്കുക. അടുത്തത് ഒഴുകാതെ ഒരു പുഴ. ഏതാണ്? ഒഴുകാതെ ഒരു പുഴ എന്ന കൃതി അത് ആരുടെയാണ്? ചന്ദ്രമതിയുടെയാണ്. ചന്ദ്രമതി എഴുതിയതാണ് ഒഴുകാതെ ഒരു പുഴ. ഇതിലെ കഥാപാത്രം ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോൾസ്റ്റോയിനെ അറിയാലോ. ടോൾസ്റ്റോയുടെ ഭാര്യയായിട്ടുള്ള സോഫിയ ടോൾസ്റ്റോയുടെ ജീവിത കഥയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അവരാണ് ഇതിലെ കഥാപാത്രം. മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് അവരാണ്. സോഫിയ ടോൾസ്റ്റോയി ആണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഒഴുകാതെ ഒരു പുഴ എഴുതിയത് ആരാണ്? ചന്ദ്രമതിയാണ്. ചന്ദ്രമതി. അടുത്തതും ഒരു പുസ്തകമാണ് പുന്നപ്ര വയലാർ ചരിത്രരേഖകൾ. എന്താണ്? പുന്നപ്ര വയലാർ ചരിത്രരേഖകൾ. നമ്മൾ പഠിക്കുന്നതാണല്ലേ പുന്നപ്ര വയലാർ സമരത്തെ പറ്റിയൊക്കെ. അപ്പൊ ഈ പുന്നപ്ര വയലാർ ചരിത്രരേഖകൾ എന്ന പുസ്തകം എഴുതിയത് R.K. ബാബുരാജ് ആണ്. ആരാണ്? R.K. ബാബുരാജ്. നമ്മളുടെ 3 പുസ്തകങ്ങൾ പഠിച്ചു. മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങള് K. ആശ, ഒഴുകാതെ ഒരു പുഴ ചന്ദ്രമതി, പുന്നപ്ര വയലാർ ചരിത്രരേഖകൾ R.K. ബാബുരാജ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. 2025 കേരള ക്രിക്കറ്റ് ലീഗിന്റെ ജേതാക്കൾ ആരാ? കേരള ക്രിക്കറ്റ് ലീഗിന്റെ ജേതാക്കളാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. ഓക്കെ, 2025 കേരള ക്രിക്കറ്റ് ലീഗ് ജേതാക്കളാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാടാ? ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്, അല്ലെ? മോഹൻലാൽ ആണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ് 2025 കേരള ക്രിക്കറ്റ് ലീഗ് ജേതാക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. സഹകരണ മേഖലയിലെ ബാങ്ക് ലയനത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാന കാർഷിക ഗ്രാമീണ വികസന ബാങ്കുമായി ലയിച്ച ബാങ്ക് ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? സഹകരണ മേഖലയിലെ ബാങ്ക് ലയനത്തിന്റെ ഭാഗമായി സംസ്ഥാന കാർഷിക ഗ്രാമീണ വികസന ബാങ്കുമായി ലയിച്ചത് ഏത് ബാങ്കാ? കേരള ബാങ്കാണ്. കേരള ബാങ്കാണ് കേട്ടോ, ഓർത്ത് വെച്ചേക്കുക. അടുത്തത് ഒരു വേദിയാണ് സെമിക്രോൺ 2025 വേദി. സെമിക്രോൺ 2025 ന്യൂഡൽഹിയാണ്. സെമിക്രോൺ 2025 വേദി ഏതാണ്? ന്യൂഡൽഹിയാണ്. അടുത്ത നോക്കിക്കേ. ഒരു വിയോഗമാണ് 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ചിന്മയ വിദ്യാപീഠ സ്ഥാപക ഡയറക്ടർ. എന്താണ്? 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ചിന്മയ വിദ്യാപീഠം സ്ഥാപക ഡയറക്ടർ ആണ് നമ്മുടെ കാമാക്ഷി ബാലകൃഷ്ണൻ. ആരാണ്? കാമാക്ഷി ബാലകൃഷ്ണൻ. ഓർത്ത് വെച്ചേക്കുക. അടുത്തതും ഒരു വിയോഗമാണ് 2025 സെപ്റ്റംബറിൽ അന്തരിച്ച വിഖ്യാത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ. എന്താണ്? 2025 സെപ്റ്റംബറിൽ അന്തരിച്ച വിഖ്യാത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ആണ് ജോർജിയോ അർമാനി. ആരാണ്? ജോർജിയോ അർമാനി. ഓക്കെ, അടുത്തത് ഒരു പുസ്തകമാണ് ഓപ്പറേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ. എന്താണ് പേര്? ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ. അത് എഴുതിയത് ലഫ്റ്റനന്റ് ജനറൽ ആയിട്ടുള്ള KJS ധില്ലൻ ആണ്. ആരാണ്? KJS ധില്ലൻ എഴുതിയതാണ് ഈ പുസ്തകം. എന്താണ്? ലഫ്റ്റനന്റ് ജനറൽ KJS ധില്ലന്റെ ആണ് ഏത്? ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എന്നുള്ളത്. ഓക്കെ അല്ലേ? അത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത നോക്കിക്കേ. അയ്യങ്കാളി ജലോത്സവമാണ്. അയ്യങ്കാളി ജലോത്സവം 2025 നോക്കാം. ഒന്നാം വള്ളങ്ങളുടെ മത്സരം
ഒന്നാം വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാമതെത്തിയത് കാക്കാമൂല ബ്രദേഴ്സ് ആണ്. എന്താണ്? ഒന്നാം വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാമതെത്തിയത് കാക്കാമൂല ബ്രദേഴ്സ് ആണെങ്കിൽ രണ്ടാം വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാമതെത്തിയത് ബ്ലൂബേർഡ്സ് കാക്കാമൂലയാണ്. എന്താണ്? രണ്ടാം വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാമതെത്തിയത് ബ്ലൂബേർഡ്സ് കാക്കാമൂലയും മൂന്നാം വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാമതെത്തിയത് കാക്കാമൂല പടക്കുതിരയുമാണ്. ഒന്നുകൂടെ, അയ്യങ്കാളി ജലോത്സവം 2025 ഒന്നാം വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാമതെത്തിയത് കാക്കാമൂല ബ്രദേഴ്സ്, രണ്ടാം വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാമതെത്തിയത് ബ്ലൂബേർഡ്സ് കാക്കാമൂല, മൂന്നാം വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാമതെത്തിയത് കാക്കാമൂല പടക്കുതിരയാണ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കേ, അടുത്ത ഇമ്പോർട്ടന്റ് ആണ്. അടുത്തിടെ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? അടുത്തിടെ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഏലത്തൂർ തടാകത്തിനെയാണ്. ഏതാണ്? ഏലത്തൂർ തടാകമാണ്. ഓർത്തു വെച്ചേക്കണേ. അടുത്തത് 200ാമത് ജന്മവാർഷികം ആചരിക്കപ്പെട്ട, അതായത് 2025 200ാമത് ജന്മവാർഷികം ആചരിക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അത് നമ്മുടെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ 200ാമത് ജന്മവാർഷികം ആചരിക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ദാദാഭായ് നവറോജി. ഓർത്തു വെച്ചേക്കണേ. അടുത്ത് നോക്കിക്കേ, 2023 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? എന്താണ്? 2023 റിപ്പോർട്ടാണ്. 2025 അത് പുറത്തു വന്നത്. അപ്പൊ 2023 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ മരണനിരക്കുള്ള സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. മണിപ്പൂർ. ഓക്കെ. അടുത്ത നോക്കിക്കേ, ലോകത്ത് ആദ്യമായിട്ട് പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വച്ച് പിടിപ്പിച്ചു. എന്താണ്? ലോകത്ത് ആദ്യമായിട്ട് പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വച്ച് പിടിപ്പിച്ചു. അത് എവിടെയാണ്? ഏത് രാജ്യത്താണ്? അത് നമ്മുടെ ചൈനയിലാണ് കേട്ടോ. ചൈനയിലാണ്. അപ്പൊ ഇവിടെ 2 പോയിന്റ്സ് ഉണ്ട്, മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അതായത് ഹൃദയം, ആദ്യമായിട്ട് പന്നിയുടെ ഹൃദയം മനുഷ്യരിൽ വെച്ച് പിടിപ്പിച്ചു. അതെവിടെയാണ്? അത് അമേരിക്കയിലാണ് കേട്ടോ. ശ്വാസകോശം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചൈനയിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് മാറിപ്പോരുതെന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ലോകകപ്പ് അതായത് പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി 2025 ജേതാക്കൾ ആരാണ്? ജേതാക്കള് ഇന്ത്യയാണ്. ഇന്ത്യ 4ാം തവണയാണ് ജേതാക്കളാകുന്നത്. ഏതൊക്കെ വർഷങ്ങളിലാണ്? 2003, 2007, 2017 ഈ 3 വർഷങ്ങളിലാണ് ഇതിനു മുന്നേ ഇന്ത്യ ജേതാക്കളായിട്ടുള്ളത്. റണ്ണറപ്പ് ആരാണ്? സൗത്ത് കൊറിയയാണ്, ദക്ഷിണ കൊറിയയാണ് റണ്ണറപ്പ് ആയത്. അപ്പൊ പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി 2025 ജേതാക്കളായത് ഇന്ത്യയാണ്, റണ്ണറപ്പ് ആയത് സൗത്ത് കൊറിയയാണ്. ഓർത്തു വെച്ചേക്കുക. ആദ്യം മൂലം ഒന്നുകൂടെ നോക്കാം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അടുത്തിടെ സമർപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതാ? അത് ദൈവദശകമാണ്. അടുത്ത 3 പുസ്തകങ്ങൾ നമ്മൾ ഒരുമിച്ച് പഠിച്ചു. ഏതൊക്കെയാ പഠിച്ചത്? മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ, കെ ആശ എഴുതിയതാന്ന് പറഞ്ഞു. ഒഴുകാതെ ഒരു പുഴ ആരുടെയാ? ചന്ദ്രമതിയുടെയാണ്. പുന്നപ്ര വയലാർ ചരിത്രരേഖകൾ RK ബാബുരാജ് ആണ്. ഓക്കെ അല്ലേ? പിന്നെ പഠിച്ചു 2025 കേരള ക്രിക്കറ്റ് ലീഗ് ജേതാക്കളായത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. ബ്രാൻഡ് അംബാസിഡർ അതിന്റെ മോഹൻലാൽ ആയിരുന്നു. സഹകരണ മേഖലയിലെ ബാങ്ക് ലയനത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാന കാർഷിക ഗ്രാമീണ വികസന ബാങ്കുമായിട്ട് ലയിച്ച ബാങ്ക് ഏതാണ്? അത് കേരള ബാങ്ക് ആണ്. സെമിക്ലോൺ 2025 വേദി ന്യൂഡൽഹിയാണ്. ചിന്മയ 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ചിന്മയ വിദ്യാപീഠം സ്ഥാപക ഡയറക്ടറാണ് കാമാക്ഷി ബാലകൃഷ്ണൻ. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച വിഖ്യാത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനറാണ് ജോർജിയോ അർമാനി. അതും ഒരു പുസ്തകമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എഴുതിയത് ലഫ്റ്റനന്റ് ജനറൽ KJS ധില്ലനാണ്. അയ്യങ്കാളി ജലോത്സവം 2025 ഒന്നാം വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാമതെത്തിയത് കാക്കാമൂല ബ്രദേഴ്സും, രണ്ടാം വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാമതെത്തിയത് ബ്ലൂബേർഡ്സ് കാക്കാമൂലയും, മൂന്നാം വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാമതെത്തിയത് കാക്കാമൂല പടക്കുതിരയുമാണ്. ഓക്കെ. അടുത്തിടെ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? ഏലത്തൂർ തടാകത്തിനെയാണ്. 2025 200ാമത് ജന്മവാർഷികം ആചരിക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദെൻ 2023 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂരിലാണ്. ലോകത്ത് ആദ്യമായിട്ട് പന്നിയുടെ ശ്വാസകോശം മനുഷ്യരിൽ വെച്ച് പിടിപ്പിച്ചത് എവിടെയാണ്? ചൈനയിലാണ്. ഹൃദയമാണെങ്കിൽ അത് അമേരിക്കയിലാണ്. പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി 2025 ജേതാക്കളായത് ഇന്ത്യയാണ്. റണ്ണറപ്പ് ആയത് ദക്ഷിണ കൊറിയയാണ്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട.
അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.